പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും പ്രതിയുമായ ആനന്ദകുമാറിനെ ജാമ്യം അനുവദിച്ച് കോടതി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് 30ഓളം കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ബാക്കി കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ആനന്ദകുമാർ ജയിലിൽ തുടരും. പാതിവില തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന ആനന്ദകുമാറിന് നേരിട്ട് പങ്കുണ്ടെന്നതിൽ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലായിരുന്നു നിർണായക പരാമർശം. സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് വനിതകളിൽ നിന്ന് ട്രസ്റ്റ് നേരിട്ട് പണം കൈപ്പറ്റിയതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് അനന്തകൃഷ്ണനിൽ നിന്ന് നിയമാനുസൃതം സംഭാവന വാങ്ങിയതല്ലാതെ പാതിവില സ്കൂട്ടർ പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് KN ആനന്ദകുമാർ ഇതുവരെ പറഞ്ഞത്. എന്നാൽ തട്ടിപ്പിൽ ആനന്ദകുമാറിന് നേരിട്ട് പങ്കുള്ളതിന് തെളിവുണ്ടെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഹൈക്കോടതി. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് പരാമർശം. 21 സ്ത്രീകളിൽ നിന്ന് 60,000 രൂപയും 5 പേരിൽ നിന്ന് 56,000 രൂപയും 2024 ഏപ്രിൽ 6-നും 9-നും ഇടയ്ക്ക് സായിഗ്രാമിന്റെ അക്കൗണ്ടിലെത്തിയതായി ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. മറ്റ് NGOകളും ഇതേ തുക തന്നെയാണ് കൈപ്പറ്റിയത്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച രേഖകൾ മുൻനിർത്തിയാണ് ആനന്ദകുമാറിന്റെ പങ്ക് തള്ളിക്കളയാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചത്. ഫണ്ട് ലഭ്യതയെക്കുറിച്ച് പരിശോധിച്ചിരുന്നില്ല എന്ന ആനന്ദകുമാറിന്റെ വാദം വിശ്വസനീയമല്ല. സായിഗ്രാമിന്റെ മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ അന്വേഷണത്തിന് ആനന്ദകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ വാദം അംഗീകരിച്ചാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യാപേക്ഷ തള്ളിയത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാമ്യം നൽകണമെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല.